കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഗ്രീൻ പീസ് കറിക്ക് വന്ന റെസ്പോൺസ് ആട്ടോ ഇത്. പോസിറ്റീവ് അല്ല, നെഗറ്റീവ്. ഇങ്ങനെയൊന്നും അല്ല ഗ്രീൻ പീസ് കറി വെക്കുന്നത്, ഇതെന്തോരം വെള്ളമാണ്, എന്താ വള്ളം കളിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ കുറുകുറാന്നിരിക്കുന്ന ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കുന്നത് കുതിർത്തിയിട്ടല്ല കേട്ടോ, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ സവോളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കാറുള്ള മസാലപ്പൊടികളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് വഴന്ന് വന്നതിന് ശേഷം നമ്മളുടെ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോവേണ്ട കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പിടുന്ന കാര്യം മറക്കേണ്ട. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അങ്ങ് ക്ലോസ് ചെയ്ത് 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിക്കുക. ഈ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന 2 പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ലാസ്റ്റിൽ അതേ നമുക്ക് കുറച്ച് കസൂരി മേത്തി കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പോൾ കുറുകുറാന്നിരിക്കുന്ന നമ്മളുടെ ഗ്രീൻ പീസ് കറി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറുകുറാന്നിരിക്കുന്ന ഗ്രീൻ പീസ് കറി ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.